ജയിക്കേണ്ടതിന് വേണ്ടിയിട്ട് സ്തോത്രം ഹല്ലേലൂയ ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാള് കൈക്കൊള്ളും. സ്തോത്രം ഹല്ലേലൂയ എന്നൊരു വേദഭാഗം കാണാൻ സാധിക്കുന്നു. ഇപ്പൊ കാലം ഹല്ലേലൂയ നമ്മളും അതേക്കുറിച്ച് അല്പമായി ചിന്തിക്കാൻ പോവുക. സ്തോത്രം നമുക്കറിയാം ദൈവവചനം എന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ ശത്രുവിന് നേരെ ഹല്ലേലൂയ നമ്മൾ ഡിഫെൻഡ് ചെയ്യാനുള്ള, അതല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രുവിനെ ആക്രമിക്കാനുള്ള ഒരു വാർ വെപ്പനാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ഇങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട് കൊറിയൻ യുദ്ധകാലത്ത് സ്തോത്രം ഹല്ലേലൂയ ആ യുദ്ധത്തിന്റെ അവരുടെ ആ സെറ്റപ്പിലുള്ള ഒരു യൂണിറ്റ്, ഒരു ബേക്കർ എന്ന് പറയുന്ന യൂണിറ്റ് അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം ആ ഒരു സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് കുറെ സമയത്തേക്ക് അവരെ കുറിച്ച് യാതൊരു ഐഡിയോ കോണ്ടാക്റ്റോ ഒന്നും ലഭിച്ചില്ല ഹല്ലേലൂയ സൈന്യത്തിന്. അതിനുശേഷം വീണ്ടും റേഡിയോ കോണ്ടാക്ട് വഴി അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവരിങ്ങനെ അവരിൽ ഒരു സന്ദേശം ലഭിച്ചു. സ്തോത്രം ഞങ്ങളുടെ കിഴക്ക് ശത്രുവുണ്ട്, ഞങ്ങളുടെ വടക്ക് ശത്രുവുണ്ട്, ഞങ്ങളുടെ പടിഞ്ഞാറും ഞങ്ങളുടെ അതായത് 4 സൈഡിലും ഈസ്റ്റ് വെസ്റ്റ് ആൻഡ് നോർത്ത് ആൻഡ് എല്ലാ സൈഡിലും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും എല്ലാ സൈഡിലും ശത്രു ആണെന്നുള്ളൊരു ഇൻഫർമേഷൻ ഒക്കെ കേട്ടാൽ നമുക്ക് ഇടയായിട്ട്. സത്യത്തിൽ ഇത് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കുന്ന അവരവിടെ തീർന്നു. കാരണം 4 ഭാഗവും ശത്രുവിനാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ കഥ അവിടെ തീർന്നു. എന്നാൽ അതിനുശേഷം ചില മിനിറ്റുകൾ കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ നിന്നൊരു സന്ദേശം ലഭിക്കാനിടയായി തീർന്നു. എന്ത് വന്നാലും ഞങ്ങൾ ഇന്ന് ശത്രുവിനെ പിന്തുടർന്ന് പിടിച്ചിരിക്കും എന്നൊരു സന്ദേശം കൂടി. സ്തോത്രം. അപ്പൊ ആ സന്ദേശത്തിനാണ് അവിടെ പ്രസക്തി ഉള്ളത്. ഹല്ലേലൂയ. തൊട്ടു മുമ്പ് കേട്ടത് ഞങ്ങൾ ശത്രുവിനാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇറ്റ് മീൻസ് ഞങ്ങൾക്ക് ഇനി രക്ഷയില്ല. സ്തോത്രം. പക്ഷെ അടുത്ത നിമിഷം അവരുടെ ഭാഗത്തു നിന്ന് വളരെ ഡിസിസീവായിട്ട് വളരെ കറേജസ് ആയിട്ടുള്ളൊരു മറുപടി അവരങ്ങോട്ട് അയക്കാനിടയായി തീർന്നു. കാര്യമൊക്കെ ശരിയാ, ഞങ്ങൾ 4 ഭാഗവും ശത്രുവിനാൽ വളയപ്പെട്ടിരിക്കുക. പക്ഷേ ഹല്ലേലൂയ ഞങ്ങൾ ഇന്ന് അവരെ പിന്തുടർന്ന് പിടിച്ചിരിക്കും. ഹല്ലേലൂയ ശത്രുവിന്റെ അവസാനമാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ നടന്നപ്പോൾ നമ്മൾ കണ്ടു യുദ്ധത്തിന്റെ രീതികളും ആക്രമണ സ്വഭാവങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞത് ദൈവമക്കളുടെ സ്തോത്രം, ഒരു ക്രിസ്ത്യ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരും ഒരു എന്താ പറയാ ഒരു പ്ലേ ഗ്രൗണ്ടിലല്ല നമ്മൾ ആയിരിക്കുന്നത്. സ്തോത്രം. ഒരു കളിക്കളത്തിലല്ല നമ്മൾ ആരും ആയിരിക്കുന്നത്, മറിച്ച് നമ്മൾ ആയിരിക്കുന്ന യുദ്ധകളത്തിലാണ്. സ്തോത്രം. ക്രിസ്തീയ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതൊരു യുദ്ധകളമാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഞാൻ ഭയപ്പെടുത്തുകയല്ല. സ്തോത്രം. ഒരു വാർ ഫീൽഡിൽ കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങള് ഒരു വീഡിയോ ഇങ്ങനെ കാണാനിടയായി. വാഗ അതിർത്തിയില് പാകിസ്ഥാന്റെ സൈന്യവും ഇന്ത്യയുടെ സൈന്യവും തമ്മിൽ അവിടെ ഒരു പ്രത്യേക സെറിമണി ഒക്കെ നടക്കുന്നത് കാണാനിടയായി. സ്തോത്രം. എന്റെ സിസ്റ്ററൊക്കെ അവിടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പം അവരൊരു പ്രത്യേക രീതി, കാരണം ഒരു സെറിമണി ആണെങ്കിൽ പോലും അവര് രണ്ടുപേരും ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നത് പ്രത്യേക ഒരു സെറിമണി അവിടെ കാണാനിടയായി തീർന്നു. കാരണം ശത്രു എന്നും ശത്രുവാ, അവരൊരിക്കലും മിത്രമാകുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് സോൾജിയേഴ്സ് അവിടെ നിൽക്കുന്നത്. ഇതുപോലെ ആയിരിക്കണം നമ്മളും. അവന്റെ തന്ത്രങ്ങളും സ്കീമുകളും എല്ലാം നമ്മൾ മനസ്സിലാക്കി എത്ര നമ്മുടെ അടുത്ത് സോഫ്റ്റ് ആയിട്ട് തോന്നുന്ന രീതിയിൽ ശത്രു ഇടപെടുന്നുണ്ടെങ്കിലും ശത്രു എന്ന് ശത്രുവ എന്ന് പറഞ്ഞു വന്നാൽ സ്തോത്രം, ഒരു ദൈവം ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് ശത്രു ഇങ്ങോട്ട് ആക്രമിച്ചിട്ട് നമ്മള് തിരിച്ചങ്ങോട്ട് ആക്രമിക്കാൻ ഇടയാവാതെ നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുന്നവരാണ്. അതായത് ഒരു പ്രതിരോധിച്ച് നിൽക്കുന്നതിലും എപ്പോഴും നല്ലത് ആക്രമിക്കുന്നവരായിട്ട് നിൽക്കുന്നതാണ്. അതിൽ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. ഡിഫൻഡർ ആയിട്ട് നമ്മൾ നിൽക്കുന്നതിലും നമുക്ക് എപ്പോഴും നല്ലത് അറ്റാക്കറായിട്ട് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഹല്ലേലൂയ ശത്രുവിന്റെ മേലെ നമ്മളൊരു സുപ്പീരിയർ ആയിട്ട് നമുക്ക് അതിന്റെ മേലെ ഒരു സ്ഥാനം സ്ഥാപിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. എപ്പോഴും ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചു കഴിഞ്ഞിട്ട് അയ്യോ പ്രതിരോധിച്ച് പ്രാർത്ഥനയാൽ ഇങ്ങനെ നിൽക്കുന്നതിലും നല്ലത് എപ്പോഴും നമ്മൾ മേലെ നിൽക്കുക, സുപ്പീരിയർ ആയിട്ട് നിൽക്കുക. സ്തോത്രം. അങ്ങനെ നിൽക്കുമ്പോൾ സ്തോത്രം നമ്മൾക്ക് എപ്പോഴും ചെയ്യാൻ കൂടുതൽ. സ്തോത്രം. അതിന് നമ്മെ നിൽക്കാൻ സഹായിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. പകൽക്കാലം നമ്മൾ വിശ്വസിക്കണം, നമ്മുടെ കാലത്തിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവ വചനം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഹല്ലേലൂയ.
നമ്മൾ ആദ്യം വായിച്ചതുപോലെ സ്തോത്രം ദൈവവചനം എന്ന ആത്മാവിന്റെ വാട് സ്തോത്രം ഹാലലുയ. അതാണ് ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. അതിനോട് നാം നമ്മുടെ ലൈഫിൽ അതിനെ ചേർത്ത് കെട്ടുന്നെങ്കിൽ, അതിനോട് നാം സ്റ്റിക്ക് ചെയ്തിരിക്കുന്നുവെങ്കിൽ ഹാലലുയ, ആ വചനം എന്ന വാള് സ്തോത്രം ശത്രുവിന്റെ സകലത്തെയും, ശത്രുവിന്റെ അവന്റെ റെജിമെന്റ് അല്ലെങ്കിൽ ശത്രുവിന്റെ സൈന്യത്തിന്റെ സകല എന്താ പറയുക യൂണിറ്റിനെ തകർത്ത് കളയുവാൻ, അതിനെ നിലംപരിച്ചാകുവാൻ ഈ ഒരു വാള് മതി. ഒരു ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ് സ്തോത്രം. അതുകൊണ്ട് ഈ പകൽക്കാലം വചനത്തെ മുറുകെ പിടിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വചനത്താൽ വെട്ടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വചനവുമായിട്ട് ആഴമേറിയ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ തക്ക സമയത്ത് വേണ്ട വചനങ്ങൾ നമ്മുടെ മൈൻഡിലോട്ട് കയറി വരത്തുള്ളൂ. സ്തോത്രം. നമുക്ക് 91 സങ്കീർത്തനം അല്ലെങ്കിൽ 23 സങ്കീർത്തനം മാത്രം വായിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ശത്രുവിന്റെ സ്കീമുകളോട് എതിർത്ത് നിൽക്കാൻ നമുക്ക് കഴിയത്തില്ല. സ്തോത്രം. ഡെയിലി ദൈവവചനം വായിക്കുകയും അതിനെ ധ്യാനിക്കുകയും സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചു. സ്തോത്രം എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് നമുക്കൊരു പ്രയാസം വരുമ്പോഴേക്കും നമ്മൾ ഓടിപ്പോയിട്ട് നമ്മുടെ മറ്റുള്ള പ്രിയപ്പെട്ടവരോട് ആ വിഷയങ്ങളെ പറഞ്ഞ് വ്യാകുലപ്പെട്ടിരിക്കുന്നതിന് ഉപരിയായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം സ്തോത്രം ദൈവവചനത്തിൽ വെക്കുക, വായിക്കാൻ തുടങ്ങുക. കർത്താവെ എന്നോട് സംസാരിക്കണമേ, എനിക്ക് വേണ്ടത് നൽകണേ കർത്താവെ എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോൾ സ്തോത്രം ദൈവാത്മാവ് വ്യക്തമായി നമ്മളോട് സംസാരിക്കും. ഒരുപക്ഷെ നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോൾ ദൈവാത്മാവ് ചില നിമിഷങ്ങൾ നിങ്ങളോട് തീർച്ചയായിട്ടും സംസാരിക്കും. വചനത്തിനോട് വ്യക്തതയോടെ സംസാരിക്കും. ആ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാൻ പറ്റും അത്. സ്തോത്രം. അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കത് ഏറ്റവും ബലമായിരിക്കും. കാരണം അതൊരു ഒരു വെപ്പണാണ്. നമ്മൾ അറ്റാക്ക് ചെയ്യുക എനിമിയെ. സ്തോത്രം. എപ്പോഴും നമുക്കറിയാം നമ്മുടെ മൈൻഡിനെയാണ് പിശാച് പലപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത്. ഭയം കൊണ്ടിട്ട്, അല്ലെങ്കിൽ നിരാശ കൊണ്ടുവന്നിട്ട്, ആകുല ചിന്തകൾ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ദൈവവചനം നമ്മുടെ ഉള്ളിലോട്ട് കയറുമ്പോൾ സ്തോത്രം നമ്മളിൽ തന്നെ ചില ക്രിയകൾ നടക്കുകയാണ്. നമ്മൾ ധൈര്യമുള്ളവരായി മാറുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പട്ടാളക്കാർ സ്തോത്രം അവരുടെ 4 ഭാഗത്തുനിന്ന് ശത്രു വന്നപ്പോൾ അവരവിടെ തീർന്നെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അവർ തീർന്നു. അവർക്ക് ഇവിടെ മുന്നോട്ടൊരു സ്റ്റെപ്പില്ല. പക്ഷെ അവരൊരു തീരുമാനം അവിടെ എടുക്കുകയാണ്, ഇന്ന് ഞങ്ങൾ അവനെ തീർത്തിട്ടേ മടങ്ങി വരത്തുള്ളൂ. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നോക്കിയിട്ട് ആ പ്രതിസന്ധി എന്നെ മറികടക്കത്തില്ല, മറിച്ച് ഞാൻ അതിനെ മറികടക്കും, ഞാൻ അതിനെ ജയിക്കും, ഞാൻ അതിന് ജയാളിയായി തീരും എന്നുള്ളൊരു വിശ്വാസം നമ്മളിൽ വരണമെങ്കിൽ സ്തോത്രം ദൈവവചനം നമ്മൾ ആഴമായി നമ്മൾ ഹൃദയത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിൽ നമ്മൾ നിറയുമ്പോൾ സ്തോത്രം നമ്മൾ അറിയാതെ വിശ്വാസം നമ്മളിൽ കയറി വരുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം തിരക്കുകൾ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെന്ന് പറഞ്ഞാലും നാം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ ദൈവവചനത്തെ കണ്ടെത്തി ഭക്ഷിക്കുവാൻ ചില മിനിറ്റുകൾ, ചില സമയങ്ങൾ മറ്റെല്ലാ ഡിസ്ട്രാക്ഷൻസ് മാറ്റി വെച്ചിട്ട്, നമ്മുടെ മൊബൈൽ ഫോണുകളും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിലിരുന്ന് വചനത്തെ ഭക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറായി നോക്കിക്കേ. നിങ്ങളുടെ ലൈഫ് വ്യത്യാസപ്പെടും. വലിയ വ്യത്യാസങ്ങൾ, വലിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരും. ദൈവം പലപ്പോഴും സംസാരിക്കുന്നത് പോലും ദൈവവചനത്തിലൂടെ. അതായത് ഇപ്പം ഒരു പ്രവചനാത്മാവിൽ കർത്താവ് ദൂത് ഇടപെടണമെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു വിഷൻസ്, ഒരു ദർശനം കർത്താവ് നൽകണമെങ്കിൽ പോലും നമ്മൾ ഈ ദൈവവചനത്താൽ നിറഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഭാഷയെ നമ്മൾക്ക് അതേ രീതിയിൽ ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളാനും സാധിക്കത്തുള്ളൂ. മറിച്ച് മറ്റ് ലോകത്തിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ നമ്മൾ മുഴുകി, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആയി കിടന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് സംസാരിക്കാൻ കഴിയത്തില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ കിടക്കുന്നതിന് മുൻപെങ്കിലും ചില നിമിഷങ്ങൾ ദൈവവചനത്തെ ധ്യാനിച്ച് അതിനെ ഭക്ഷിച്ച് അതോടെ നമ്മൾ കിടന്നുറങ്ങാൻ നമ്മൾ ശ്രമിക്കണം. സ്തോത്രം. മറ്റ് ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റിവെച്ചിട്ട്, മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് വചനം വായിച്ച് അതിനെ ധ്യാനിച്ച് നമ്മൾ കിടന്നുറങ്ങാൻ തുടങ്ങിക്കേ രാത്രി കർത്താവ് നമ്മോട് സംസാരിക്കും. ദർശനങ്ങളോട് നമ്മൾ സംസാരിക്കും, വെളിപ്പാടുകളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. ആലോചനകളെ കർത്താവ് അറിയിക്കാൻ ഇടയായിത്തീരും. അതുപോലെ ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ പ്രഭാതത്തിലും കർത്താവിന്റെ വചനത്തെ ധ്യാനിക്കുമ്പോൾ സ്തോത്രം പിന്നീടുള്ള ഓരോ നിമിഷങ്ങളിലും ദൈവിക ഇടപെടലുകൾ നമുക്ക് വേണ്ട ദൂതുകളെ തന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ നടന്നു വന്നതിനും ഇടയായിട്ടും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ശത്രുവിനെ നമ്മൾ ജയിക്കുക. അവന്റെ സ്കീമുകളെ നമ്മൾ ജയിക്കുക, അവന്റെ തന്ത്രങ്ങളെ നമ്മൾ ജയിക്കുക, നമ്മൾ ജയാളികളായി തീരുക. അതുകൊണ്ട് ഈ പകൽക്കാലം കർത്താവിന്റെ നാമത്തിൽ ഞാൻ എല്ലാവരും ഓർപ്പിക്കുക, ദൈവമക്കളെ സ്തോത്രം ദൈവവചനം ആത്മാവിന്റെ വാളാണ്. സ്തോത്രം. ഹാലേലൂയ. ചിലതിനെ വെട്ടുവാൻ, ചിലതിനെ മുറിച്ചു മാറ്റേണ്ടതിനെ മുറിച്ചു മാറ്റുവാൻ, നമ്മളോട് ആവശ്യമില്ലാതെ കണക്ട് ചെയ്യാൻ വരുന്നതിനെ ഡിസ്കണക്ട് ചെയ്യുവാൻ, ശത്രുവിന് എതിരെ നിൽക്കുന്ന അവന്റെ സകലത്തെ തകർക്കുന്ന ഒരു തീയായിട്ട്, ഒരു
ദൈവത്തിന്റെ ഹല്ലേലൂയ അല്ലെങ്കിൽ ആത്മാവിന്റെ തീയാകുന്ന ഈ ദൈവവചനത്തെ നമ്മുടെ ലൈഫിൽ ഉപയോഗപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ പകൽക്കാലം ഇത് പറയുമ്പോൾ ഹല്ലേലൂയ വചനത്തെ ആഴമായി സ്നേഹിക്കുവാനും ഇത് കർത്താവാണ്, ദൈവം ജീവനുള്ള ദൈവമാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ ഈ വചനത്തെ ഹല്ലേലൂയ സ്നേഹിക്കുവാനും പിൻപറ്റുവാനും അതിനോട് പറ്റിച്ചേർന്നിരിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പകൽക്കാലം ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും